പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് രാഗിപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 സ്പൂൺ കൊക്കോ പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ വാനില എസൻസ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ് കേട്ടോ. ശർക്കര പൊടി എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ ശർക്കര ചീകി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി 1/4 കപ്പ് പാലൊഴിച്ച് കലക്കിയതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് നല്ലതുപോലെ കലക്കിയെടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ 1/2 കപ്പ് പാലും ഇത് ഒഴിച്ച് കലക്കിയപ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശത്തവ വെച്ച് കൊടുത്ത് പാൻ കേക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഇങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകുമല്ലോ. അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഒരെണ്ണപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലതും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 1 കപ്പ് പൊടി കൊണ്ട് 9 പാൻ കേക്കാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറുതും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മധുരം വേണമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പഴം 4 ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പഴത്തിലേക്ക് മധുരത്തിനായി ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ടൈറ്റാക്കി എടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ലൂസിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ചുട്ടെടുത്ത കേക്കിൻ്റെ മുകളിലായി പഴം മുറിച്ചെടുത്തത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ക്രീം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ക്രീം ഒഴിച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഹണി ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. അതല്ല ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിക്കാം. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ല കേട്ടോ, തീർന്നു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രീം ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പഴം മാത്രം വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പഴം വെച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ മധുരമാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.